നമ്മള് കഴിഞ്ഞ ദിവസം ക്ലാസ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തില്ലായിരുന്നോ? ആ, അതിൽ തന്നെ റിമൂവ് ചെയ്യാവോ? ഓ, അത് ഇവിടെ ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ല, അതാ. വേറെ കോള് വരുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തിലുണ്ടായിരുന്ന ബോയ് ഫ്രണ്ട്സ് ഒക്കെ അതിലുണ്ടായിരുന്നല്ലോ. അപ്പം അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം അതിനകത്ത് എന്നാണ്ട് മെസ്സേജ് ഒക്കെ വിട്ടത് നമ്മള് ലേഡീസ് ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ വിടുന്ന മെസ്സേജ് പോലെ അല്ലല്ലോ. ആ, അതിലെന്തോ മെസ്സേജ് വിട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ എന്നോട് വഴക്ക് പറഞ്ഞു, അതിന്ന് ഗ്രൂപ്പിൽ നിന്ന് മാറാൻ പറഞ്ഞു. ചേട്ടൻ ഗ്രൂപ്പൊക്കെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതി അവരത് സമ്മതിക്കില്ലല്ലോ. വെറുതെ അത് പറഞ്ഞൊരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ഓർത്തു. അതാ നിന്നെ വിളിച്ചു പറഞ്ഞത്. നീയല്ലേ ആദ്യം നീ റിമൂവ് ചെയ്യുമായിരുന്നെങ്കിൽ. വേറെ എന്നാണ്? വേറൊന്നുമില്ല. ആ, സൗണ്ട് ശരിയായി വരുന്നുണ്ട്, ശരിക്കും അങ്ങോട്ട് ശരിയായില്ല. ഇടയ്ക്ക് വർത്താനം പറയുമ്പം വീണ്ടും അകത്തേക്ക് തന്നെ പോകും സൗണ്ട്. നല്ലോണം ആയില്ല. തിരക്കായിരുന്നോ? എന്നാ പണി? ആ, ഞാൻ ദേ മുട്ടക്കറി വെക്കാൻ മുട്ട പുഴുങ്ങി, അത് പൊളിക്കുന്നു. പിന്നെ ഓണമല്ലേ, ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ ഉണ്ടാക്കുന്നു, അത് അടുപ്പത്ത് കിടക്കുന്നു. വേറെന്നാ? വേറൊന്നുമില്ല. ആ, മരുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. സൗണ്ട് ശരിയാവാനുള്ള മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ആന്റിബയോട്ടിക് ഗുളികയുണ്ട്. പിന്നെ ഇടയ്ക്ക് തേൻ കഴിക്കും, പനങ്കൽക്കണ്ടം കഴിക്കും. വഴക്കുണ്ടാക്കിയിട്ടല്ല, പുള്ളി ഇങ്ങനെ എന്താ അതിന്റെ ആവശ്യം, ഇങ്ങനെയാണോ ക്ലാസ് ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ടേ അങ്ങനെയുള്ളൊരു ഇഷ്ടക്കേട് വർത്താനമൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ വെറുതെ ഒരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. നീ അത് ചെയ്തേരെ, ഇനിയിപ്പം അതിനൊരു പ്രശ്നം വേണ്ട. ഒരു പണി ചെയ്താൽ മതി, നമ്മുടെ ലേഡീസ് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പൊ പിന്നെ പ്രശ്നം വരുന്നില്ലല്ലോ. ആ, ആയിക്കോട്ടെ. ശരി, എന്നാ അങ്ങനെ ചെയ്താൽ മതി.